കാലമൊക്കെ മാറുന്നതനുസരിച്ച് കുട്ടികൾക്കൊക്കെ നല്ല ഗൈഡൻസും മെൻറ്ററിങ്ങും ഒക്കെ ആവശ്യമാണ്. പ്രത്യേകിച്ചൊരു 13 വയസ്സൊക്കെ കഴിഞ്ഞാൽ ബോയ്സിനും ഗേൾസിനും ഒക്കെ നല്ല നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഗൈഡൻസൊക്കെ ആവശ്യമാണ്. എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ജീവിതത്തിൽ എങ്ങനെയാണ് നൈപുണ്യങ്ങളൊക്കെ വളർത്തേണ്ടത്, നാളെ ഉള്ള വരാൻ പോകുന്ന വെല്ലുവിളികൾക്കൊക്കെ വേണ്ടി എങ്ങനെയാണ് ഒരുങ്ങേണ്ടത്, ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ അവർക്ക് ധാരാളമായിട്ടുള്ള ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. അതിനെയൊക്കെ ഒന്നൊന്ന് ബെറ്ററാക്കി മാറ്റി, സ്ട്രോങ് ആക്കി മാറ്റി, കോൺഫിഡൻസോടുകൂടി ജീവിതത്തെ നേരിടാൻ അവരെ പ്രാപ്തമാക്കാൻ ഇത്തരത്തിലുള്ള ധാരാളം പ്രവർത്തനങ്ങൾ ആവശ്യമാണ്. വലിയ 10, 200, 300 പേരുള്ള ഗ്രൂപ്പുകളിലൊന്നും അല്ല അത് ചെയ്യേണ്ടത്. ചെറിയ കൂട്ടങ്ങളായിട്ട് അവർക്ക് നല്ല ഗൈഡൻസും ട്രെയിനിങ്ങും ഒക്കെ കൊടുത്താൽ കുട്ടികളിലൊക്കെ വലിയ മാറ്റങ്ങളുണ്ടാകും. നമ്മൾ വീട്ടിലൊക്കെ കുട്ടികളോട് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ പലപ്പോഴും അത് അവർ ഇമോഷണലായിട്ടൊക്കെയാണ് എടുക്കുന്നത്. അത് മാത്രമല്ല, അത് വലിയ ഗൗരവമായിട്ട് എടുക്കത്തില്ല. അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഒരു പോസിറ്റീവ് സ്പിരിറ്റിൽ എടുക്കത്തില്ല. നേരെ മറിച്ച് ജനറലായിട്ട് അവർക്ക് അങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ അത്തരം ആശയങ്ങളൊക്കെ അവർ കൂടുതലായിട്ട് സ്വീകരിക്കും. അല്ലെങ്കിൽ മൂന്നാമതൊരാൾ അവരുടെ ജീവിതത്തിൽ ഇടപെടുമ്പോൾ ഒരു ഗൈഡൻസോ കൗൺസിലിങ്ങോ ഒക്കെ ഒരു പേഴ്സണലായിട്ട് എടുക്കുമ്പോൾ പോലും കുട്ടികൾ അത്തരം കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അവർ സ്വീകരിച്ചെന്നിരിക്കും. കാരണം അത് കുറച്ചുകൂടെ പ്രൊഫഷണലായിട്ടുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാളാണ് അത് ചെയ്യുന്നതെന്നുള്ളത് കൊണ്ട് അവർക്കറിയാം അതെങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ കുട്ടികൾക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ഇനിയുള്ള കാലത്ത് വളരെയധികം ആവശ്യമാണ്. അതിനുവേണ്ടിയുള്ള ധാരാളം പ്രവർത്തനങ്ങൾ, അതിൻ്റെ സാന്ദ്രത ധാരാളം കൂടട്ടെ. സമൂഹത്തിലുള്ള എല്ലാ മേഖലയിലും എല്ലാ സ്ഥലങ്ങളിലും ഇത്തരം ക്ലാസ്സുകളും മറ്റുമൊക്കെ ധാരാളമായിട്ട് സംഭവിക്കട്ടെ. സ്കൂളുകളൊക്കെ ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക.